എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഓഡിയോ ക്ലാരിറ്റി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് മെത്തേഡ്, ഞാൻ ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൊബൈലിൽ എടുക്കുന്ന വീഡിയോ എടുക്കുന്നവർക്കാണ് കൂടുതൽ ഉപയോഗം കിട്ടുന്നത്. അപ്പം മൊബൈലിൽ എടുക്കുന്ന ആ വീഡിയോയ്ക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ പൊടിക്കൈ ഉപയോഗിച്ച് നമുക്കതിന് ഒരു നല്ല ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പം എന്നിട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്ത് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യം നിങ്ങളുടെ ഫോണിൽ ഞാൻ ക്യാൻവാസിലാണ് ചെയ്യുന്നത്. ക്യാൻവാസിലാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ക്യാൻവാസിൻ്റെ ഒരു ക്രാക്കഡ് വെർഷനാണ് കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അകത്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ സെലക്ട് ചെയ്തു. അതിൽ നമ്മൾ ആ ഭാഗം ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഏത് പോർഷനാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ സെലക്ട് ചെയ്യണം. ഒന്ന് ടച്ച് ചെയ്താൽ മതി. ടച്ച് ചെയ്യുമ്പോൾ അവിടെ ഇതുപോലെ സെലക്ട് ആവും. അതിനുശേഷം ചെയ്യേണ്ടത് ഈ സൈഡിൽ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ക്ലിക്ക് ഗ്രാഫിക്സ്, സ്പീഡ് കൺട്രോള്, റൊട്ടേറ്റ് മിറർ, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാമുണ്ടോ. അങ്ങനെ നമുക്ക് നമ്മുടെ ഫേസിനൊരു ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നായിരിക്കും കൂടുതൽ ഒരു ഭംഗി കൂടുതൽ തോന്നുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ചേഞ്ച് ചെയ്തിടാം, ഇങ്ങനെ തിരിച്ചിടാം. അത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇവിടെ ചെയ്യാം. വീണ്ടും ഞാൻ സെലക്ട് ചെയ്തു. അതിന് ശേഷം കളർ അഡ്ജസ്റ്റ്മെൻറ്റ് എടുക്കുക. കളർ അഡ്ജസ്റ്റ്മെൻറ്റ് എടുത്തിട്ട് ഇത് ശരിക്കും ഇങ്ങനെയായിരുന്നു ഈ വീഡിയോ ശരിക്കും കിടന്നിരുന്നത്. ഇതുപോലെയായിരുന്നു. ഈ ഒരു ബാറ് വെട്ടം കൂട്ടാൻ വേണ്ടിയാണ്. വെട്ടം കൂടുതലാണെങ്കിൽ കുറയ്ക്കാം, കുറവാണെങ്കിൽ ശകലം കൂട്ടിയിടാം. അതിനുശേഷം രണ്ടാമത്തെ കളറാണ്. ഈ കളറിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി വരുന്നത് കേട്ടോ. ഇത് വൈറ്റ് ബാലൻസ് ആണ്. ഇത് ഓറഞ്ച് നിറത്തിലേക്ക് വരും. താഴത്തേക്കാണെങ്കിൽ ഒരു നീല ഡാർക്ക് നിറത്തിലേക്കൊക്കെ മാറിപ്പോകും. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഭാഗം നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവും. നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് വീഡിയോ ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഓക്കെ കൊടുത്തു. ഓക്കെ, ഇനി ഇത് എക്സ്പോർട്ട് ചെയ്യുന്ന ഭാഗം കൂടി കാണിച്ചു തരാം. ഞാൻ ഏത് ഇതിലിട്ടാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് കൂടി കാണിച്ചു തരാം. അപ്പോൾ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് തുറന്നു വരും. ഇവിടെ ഞാൻ ഇട്ടിരിക്കുന്നത് എച്ച് ഡി ആണ്. ഞാനിപ്പോൾ എടുക്കുന്ന വീഡിയോയുടെ HD ഫുൾ HD ഉണ്ട്. അതിന് മണ്ടയിലേക്കുള്ള സംഭവത്തിൻ്റെ ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം HD 720p പിയിലും ഫ്രെയിം റേറ്റ് 30 ഞാൻ ഇത് ചെയ്യുന്നത്. ഈ രണ്ടാമത് കാണിച്ചിരിക്കുന്നത് ബിറ്റ് റേറ്റ് ആണ്. അത് ഒത്തിരി കുറച്ചിടാണ്ട് എടുക്കുക. ഒരു 8 താഴെ പോകാത്ത രീതിയിൽ ഇട്ട് വേണം നിങ്ങൾ അത് എക്സ്പോർട്ട് ചെയ്യാൻ വീഡിയോ. ഇപ്പോൾ ചെറിയ ഫയലായിരുന്നതിന് മുമ്പ് ഞാൻ എക്സ്പോർട്ട് ചെയ്ത്, അതുകൊണ്ടാണ് ഹൈയിലിട്ട് ഞാൻ എടുത്തത്. അപ്പോൾ ഇങ്ങനെയും കൂടി ഇട്ട് ചെയ്യുമ്പോൾ ഇതും കൂടി ചെയ്യുമ്പോഴത്തേനും നമ്മൾ എടുക്കുന്ന വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റിയിൽ നമുക്കൊരു അത്യാവശ്യം HD ക്ലാരിറ്റിയിൽ നമുക്ക് ആ വീഡിയോ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. ഇതിപ്പം ഈ ആപ്ലിക്കേഷൻ ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിലൊരു മെസ്സേജ് ഇട്ടാൽ മതി. ഞങ്ങൾക്കത് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ പുതുതായിട്ട് യൂട്യൂബിലേക്ക് കടന്നു വരുന്ന ആൾക്കാർക്ക് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് ചെയ്ത് ഓഡിയോ ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അതൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ആ വീഡിയോ എടുക്കാനുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ക്യാൻവാസിൽ എഡിറ്റ് ചെയ്താണ് ആ ഒരു സംഭവം ചെയ്യുന്നത്. ഇന്ന് കാണിച്ചത് ആ ക്യാൻവാസിൽ ഞാൻ എങ്ങനെയാണ് വീഡിയോയ്ക്ക് ക്ലാരിറ്റി ആ ഒരു കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് ആ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുന്നതെന്ന് വളരെ സിമ്പിളായിട്ട് കാണിച്ചു തന്നു. നിങ്ങൾക്കിത് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു വ്യത്യസ്തമായ ഒരു വിശേഷവുമായിട്ട് അല്ലെങ്കിൽ സബ്ജക്റ്റുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.